നമസ്കാരം. മലയാള മനോരമ കേരളത്തിൻ്റെ ജീവിതത്തോട് നിത്യജീവിതത്തോട് ഇഴചേർന്ന് കിടക്കുന്ന ഒരു മാധ്യമങ്ങളിൽ ഒന്നാണ്, ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങളിൽ ഒന്നാണെന്ന് തന്നെ പറയാം. കാരണം മനോരമ, മാതൃഭൂമി അങ്ങനെയാണ് മലയാളികൾ പറഞ്ഞു പഠിക്കുന്നത് ഈ പത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ. പക്ഷെ ദൃശ്യമാധ്യമ രംഗത്തും അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചാനലുകളുടെ മത്സരത്തിലൊരു ഏറ്റവും ഒന്നാം സ്ഥാനത്തെത്തുവാൻ പത്രങ്ങളിൽ അത് സാധിച്ചതുപോലെ മനോരമയ്ക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ മനോരമയുടെ ഒരു റേറ്റിങ്ങിലെ വർധനയോ കുറവോ ഒന്നുമല്ല നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ ചർച്ചാ വിഷയം മനോരമ കാലാകാലങ്ങളായി നേരിടുന്ന ഒരു ആരോപണമാണ്. അതായത് മനോരമയെ ഇഷ്ടമല്ലാത്തവർ, ഒരുപക്ഷെ മനോരമയെ ആർക്കാണ് ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്ന് കുറേ കാലം മുൻപ് ചോദിച്ചിരുന്നെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരമുണ്ടായിരുന്നു, സഖാക്കൾക്കായിരുന്നു. സഖാക്കൾ പക്ഷേ മനോരമയുടെ മേലുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഒരിക്കലും ഉന്നയിച്ചിരുന്നില്ല, അത് ഭാരതവിരുദ്ധതയായിരുന്നു. പക്ഷേ ഭാരതവിരുദ്ധത ദേശീയവാദികൾ മനോരമയുടെ മേൽ കാലാകാലങ്ങളായി ഉന്നയിച്ചു വരുന്നൊരു ആരോപണമാണ്. ആ ഒരു ആരോപണം ഇപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു വിശകലനത്തിനോ ചർച്ചയ്ക്കോ സംവാദത്തിനോ വേണ്ടി കയ്യിലെടുക്കുവാനുള്ള പ്രധാന കാരണം ജിതിൻ കെ ജേക്കബ് എന്നൊരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ജിതിൻ കെ ജേക്കബിനെ പ്രേക്ഷകരിൽ പലരും ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് പരിചയമുണ്ടാകും അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകൾ വായിച്ച്. കാരണം ഒരു തികഞ്ഞ ദേശീയവാദിയാണ്. തന്നെയുമല്ല, കാര്യകാരണ സഹിതം ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം ആളുകളുടെ മുമ്പിൽ, വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ വിദഗ്ധനുമാണ്. കാരണം ഒരു തികഞ്ഞ ദേശീയവാദിയാണ് എന്നുള്ളത് പോലെ തന്നെ ആശയവിനിമയത്തിലും ആൾ മിടുക്കനാണ്, സമർത്ഥനാണ്. ആ വ്യക്തിയുടെ ഒരു പോസ്റ്റാണ് ഈ ഒരു വിഷയം കയ്യിലെടുക്കുവാനുള്ള ഒരു പ്രധാന കാരണമെന്നല്ല, ഏക കാരണമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ പോസ്റ്റിൻ്റെ ഒരു രത്നച്ചുരുക്കം ഞാൻ ആദ്യം പ്രേക്ഷകരോടൊന്ന് പറയാം. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ രാജ്യവിരുദ്ധതയുടെ കാര്യത്തിൽ മീഡിയ വണ്ണിന് വെള്ളി മെഡലേ കിട്ടൂ, അല്ലെങ്കിൽ രണ്ടാം സ്ഥാനമേ മീഡിയ വണ്ണിനുള്ളൂ, ഒന്നാം സ്ഥാനം എപ്പോഴും മനോരമയ്ക്കാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള അഭിപ്രായമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ആ പോസ്റ്റ് തുടങ്ങുന്നത്. അതിന് അദ്ദേഹം ഒരു ഉദാഹരണമായി പറയുന്നത് പഴയ ISRO ചാരക്കേസായിരുന്നു. പ്രേക്ഷകരിൽ പുതുതലമുറയ്ക്ക് ഈ ISRO ചാരക്കേസ്, ഈ അടുത്തിടെ ISRO ചാരക്കേസിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നുള്ള സുപ്രീം കോടതി വിധിയിലൂടെ ഒരുപക്ഷെ പരിചിതമായിരിക്കാം. പക്ഷേ ISRO ചാരക്കേസിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാധ്യമങ്ങളിലൂടെ ഈ സംഭവം വിവാദമാകുന്ന കാലഘട്ടത്തിൽ, യഥാർത്ഥത്തിൽ ഈ കേസ് പൊതുജന ശ്രദ്ധയിലേക്ക് ഉയർന്നു വന്ന അന്വേഷണ ഏജൻസികൾ ഇതിൻ്റെ അന്വേഷണം കയ്യിലെടുക്കുന്ന കാലഘട്ടത്തിൽ ദൂരദർശൻ മാത്രമേ ഉള്ളൊരു പ്രധാന മാധ്യമമായിട്ട്, ഏഷ്യാനെറ്റ് പോലും വരുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കാലഘട്ടം തുടങ്ങിയിട്ടില്ല. ദൃശ്യമാധ്യമങ്ങളെക്കാൾ പത്രമാധ്യമങ്ങളായിരുന്നു ഈ കേസിനെ കൈകാര്യം ചെയ്തത്. അതിൽ തന്നെ മനോരമയുടെ മേലുള്ള ഒരു പ്രധാന ആരോപണം മസാല പുരട്ടിയ കഥകളുമായി നമ്മുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തെ പരമാവധി അപമാനിച്ച ഒരു മാധ്യമമായിരുന്നു മനോരമ എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം ജിതിൻ കെ ജേക്കബ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ISRO ചാരക്കേസിൽ പ്രതികളാക്കി അപമാനിക്കപ്പെട്ടവരുടെ പേരിലെല്ലാം ഈ മസാല പുരട്ടിയ കഥകൾ പുറത്തിറക്കി അവരെ അപമാനിച്ചു എന്നുള്ള ഒരു ഭാഗം നിലനിൽക്കെ തന്നെ അവർക്ക് നഷ്ടപരിഹാരം ലഭിച്ചു, അവരെ കുറ്റവിമുക്തരാക്കി രാജ്യത്തെ പരമോന്നത നീതിപീഠം ഉത്തരവിട്ടു അല്ലെങ്കിൽ വിധി പ്രഖ്യാപിച്ചു. ഇതെല്ലാം സത്യമായി നിലനിൽക്കെ തന്നെ മറ്റൊരു സത്യവും കൂടി അധികമാരും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ മുന്നേറ്റം പതിറ്റാണ്ടുകൾ പിന്നോട്ടടിക്കപ്പെട്ടു. ആ വിവാദമുണ്ടാക്കിയ ഈ ഒരു ISRO ചാരക്കേസ് എന്നുള്ളൊരു വിവാദമുണ്ടാക്കിയ ആളുകളുടെ, അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ചരട് വലിച്ചവരുടെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു. അത് കൃത്യമായി അവർ സാധിച്ചെടുത്തു. ഈ ISRO ചാരക്കേസിനെ സംബന്ധിച്ച്, അതിൽ മനോരമ നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് ജിതിൻ കെ ജേക്കബ് ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. കൃത്യമായൊരു അന്വേഷണം ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ സംഭവത്തിൽ മനോരമയുടെ പങ്കിനെക്കുറിച്ച് നടത്തിയിരുന്നെങ്കിൽ മനോരമ ഒരുപക്ഷെ അതിൻ്റെ മേലാളന്മാരും ആ മാധ്യമ സ്ഥാപനം തന്നെ പൂട്ടിപ്പോയേനെ, അവർ ഒരുപക്ഷെ അഴിക്കുള്ളിലാവുകയും ചെയ്യുമായിരുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം കൃത്യമായി സൂചിപ്പിച്ച് വയ്ക്കുന്നുണ്ട്. ഈ സംഭവം ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട മനോരമയുടെ ഇടപെടലുകൾ ജിതിൻ കെ ജേക്കബ് ഇപ്പോൾ ഓർത്തെടുക്കുന്നത് മറ്റൊരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അതിലും ഒരു രാജ്യവിരുദ്ധത തെളിഞ്ഞു കാണുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് ഒരു തരത്തിൽ നിരീക്ഷിച്ചാൽ അത് ശരിയാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അത് ഗ്രേറ്റർ നിക്കോബാർ പ്രോജക്റ്റിനെ കുറിച്ചുള്ള മനോരമയുടെ ഇടപെടലുകളിലാണ്. ആ ഇടപെടലുകളിൽ രാഹുൽ ഗാന്ധി, നമ്മുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ചു കാലമായി ഒരുപക്ഷെ അദ്ദേഹം സ്ഥിരമായ സാന്നിധ്യം അല്ലെങ്കിൽ മുന്നണി പോരാളിയായി നിലനിൽക്കേണ്ടിയിരുന്ന നമ്മുടെ പാറ്റകളുടെ സമരത്തിനെ പോലും ഒഴിവാക്കി ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡിലേക്ക് കുതിച്ച് അവിടുത്തെ
പ്രകൃതി ഭംഗി നഷ്ടപ്പെടും, പ്രകൃതി നശിക്കും, ആവാസ വ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാവും തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് പരിസ്ഥിതിപരമായിട്ട് എല്ലാ സുരക്ഷകളും ഉറപ്പാക്കി എന്നുള്ള സർട്ടിഫിക്കറ്റോടുകൂടി നടപ്പാക്കപ്പെടുന്ന ഗ്രേറ്റർ നിക്കോബാർ പദ്ധതിയെ തകർക്കുവാനും അതിന് തുരങ്കം വയ്ക്കുവാനും രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന തരത്തിലാണ് നിരന്തരമായി മനോരമയുടെ ദൃശ്യമാധ്യമ ചാനൽ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പരാമർശിച്ചാണ് ജിതിൻ കെ ജേക്കബ് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹം ചില പ്രധാന കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട് ഈ പദ്ധതിയെ സംബന്ധിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൻ്റെ സർട്ടിഫിക്കേഷനെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വസ്തുതകളും അതിൻ്റെ വാസ്തവങ്ങളും കൃത്യമായി വളരെ സരളമായി വായനക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ സമർത്ഥനാണ് അദ്ദേഹം. അത് തന്നെ അദ്ദേഹം പറയുന്നത് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ വികസന പദ്ധതികൾ, ഇന്റർനാഷണൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ICTT, ഗ്രീൻഫീൽഡ് അന്താരാഷ്ട്ര വിമാനത്താവളം, 450 മെഗാവാട്ട് സോളാർ പവർ പ്രൊജക്റ്റുകൾ എല്ലാം ഈ ഗ്രേറ്റർ നിക്കോബാർ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം രാജ്യത്തിൻ്റെ വികസനത്തിന് അഭികാമ്യമായ സഹായകരമാകുന്ന വമ്പൻ പദ്ധതികളാണ്. ആലോചിച്ച് നോക്കുക, 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ്. ഇനി ചൈനയുടെ 75-80% ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഈ പാതയാണ്. അതായത് ഈ ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡിൽ ഇന്ത്യ സാധ്യമാകുന്ന പദ്ധതി നിയന്ത്രിക്കുവാൻ പോകുന്ന കടലിടുക്കാണ് ചൈനയുടെ ഈ ഇന്ധന ആവശ്യങ്ങളെല്ലാം 70-80% പൂർത്തീകരിക്കുന്നത്. ആ പാതയുടെ മേൽ ഭാരതത്തിന് വരുന്ന ഒരു ആധിപത്യം ഈ ഗ്രേറ്റർ നിക്കോബാർ പദ്ധതിയിലൂടെ അത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ മേൽ സൈനികപരമായിട്ടും നയതന്ത്രപരമായിട്ടും ഒരു ആധിപത്യം സ്ഥാപിക്കുവാൻ ഭാരതത്തിനാകും ഈ പദ്ധതിയിലൂടെ. അതുകൊണ്ട് തന്നെയാണോ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഈ പദ്ധതിക്ക് തുരങ്കം വയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നൊരു സംശയം പല കോണുകളിൽ നിന്ന് ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രേക്ഷകർ ഓർക്കുക, കോൺഗ്രസ് പാർട്ടി രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും നേതൃത്വത്തിൽ ചൈനയുമായിട്ട് ഒരു രഹസ്യ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് MOU ഒപ്പിട്ടിട്ടുള്ളതാണ്. അതിനെ സുപ്രീം കോടതി പോലും ചോദ്യം ചെയ്തിട്ടുള്ളതാണ്. അതും പ്രേക്ഷകരുടെ ഓർമ്മയിലേക്കായി ഇവിടെ ഒന്ന് പ്രസ്താവിക്കുന്നു. ഇനി ഈ ആവാസ വ്യവസ്ഥ തകരുന്നതിനെക്കുറിച്ച്, എൻവയോൺമെന്റൽ പ്രോബ്ലം, അതിനെക്കുറിച്ച് ഇന്ത്യയിൽ ഏത് പദ്ധതി നടപ്പിലാക്കുവാൻ ശ്രമിച്ചാലും അതിനെതിരെ കോടതിയിൽ പോകുന്ന ആളുകൾ ഇതിനെതിരെയും കോടതികളിൽ പോയി. പക്ഷേ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ NGT ഇവരുടെ വാദങ്ങളെ തള്ളിക്കളയുകയും 2026 ഫെബ്രുവരി അവസാനം പാരിസ്ഥിതിക അനുമതി നൽകുകയും ചെയ്തു. ഇതിന് തന്നെ 5 വർഷം വേണ്ടി വന്നു എന്ന് ഓർക്കണം. അതായത് 5 വർഷം അവർക്ക് ഈ പദ്ധതി വൈകിപ്പിക്കുവാൻ ആയി. ഈ രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ചൈന കാലാകാലങ്ങളായി, അല്ലെങ്കിൽ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന തൽപര കക്ഷികൾ കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് ഈ പരിസ്ഥിതി പ്രവർത്തകർ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നർമ്മദ നദിയിലെ ഡാം, സർദാർ സരോവർ ഡാം, അതിനെ വൈകിപ്പിക്കുവാനായി മേധാ പട്കറും അമീർ ഖാനും ഉൾപ്പെടെയുള്ള വമ്പന്മാരും വമ്പത്തികളും, അല്ലെങ്കിൽ വമ്പത്തികളും വമ്പന്മാരും രംഗത്തിറങ്ങി പ്രവർത്തിച്ച രീതികൾ, അതിനെ എല്ലാം മറികടന്ന് മുന്നോട്ട് പോകുവാൻ എടുത്ത സമയം, ആ പദ്ധതികൾ വൈകിപ്പിച്ചത്, അതിൻ്റെ ഒരു പ്രവർത്തന രീതി, അതെല്ലാം തന്നെ നമുക്കിവിടെയും കാണുവാൻ സാധിക്കും. അത് ഇപ്പോൾ ജിതിൻ കെ ജേക്കബ് വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്നത്, ഈ പദ്ധതി വന്നാൽ പ്രകൃതിക്ക് ദോഷം ചെയ്യും, വനം നശിക്കുമെന്നൊക്കെയാണ് കോൺഗ്രസിൻ്റെയും മനോരമയുടെയും ചൈനയുടെയും വാദങ്ങൾ. പദ്ധതിക്ക് വേണ്ട പാരിസ്ഥിതിക അനുമതി പ്രകാരം പദ്ധതിക്ക് വേണ്ടി മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ അതിൽ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ചില പ്രധാന കാര്യങ്ങൾ, ഈ പദ്ധതി നടപ്പിലാക്കുക 166.10 സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്താണ്. ആകെ കരഭൂമിയുടെ 18% സ്ഥലത്ത്. പദ്ധതിയുടെ ഡ്രാഫ്റ്റ് പ്രകാരം ഏകദേശം 68 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നത്. ഇത്രയും കാലം പദ്ധതിക്ക് അനുകൂലമായിരുന്ന അവിടുത്തെ ഗോത്രവിഭാഗങ്ങളെ കുത്തിത്തിരിപ്പ് ടീം പതിവ് പോലെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഗോത്ര കൗൺസിൽ ഈ പദ്ധതിക്ക് വേണ്ട നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് 2022 നൽകിയതാണ് എന്നോർക്കണം. ആ പ്രദേശത്തെ ഒരു ഗോത്രവിഭാഗങ്ങളുള്ളത് കാരണം, അവിടെ പ്രത്യേക പരിഗണന ഉള്ളത് കാരണം അവരുടെ ഒരു നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് 2022 ഈ പദ്ധതിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവരുടെ ഇടയിൽ ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുകൂലമായ വാർത്തകളാണ് മനോരമ നൽകിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ജിതിൻ കെ ജേക്കബ് എടുത്തു പറയുന്നത്. 2024 മുതൽ മനോരമ ഈ പദ്ധതിക്കെതിരെ നിരന്തരം വാർത്ത കൊടുത്തിരുന്നു. ഈ പദ്ധതി ഒരിക്കലും നടപ്പാക്കുവാൻ
പാടില്ല എന്ന വാശി രാഹുൽ ഗാന്ധിക്കാണോ മനോരമയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം നൽകുവാൻ പ്രയാസമാണ്. ജിതിൻ ജേക്കബിൻ്റെ വാക്കുകളാണ് ഞാൻ ഈ വായിക്കുന്നത്. പദ്ധതി നടപ്പാക്കുന്നത് അദാനി കമ്പനിയാണ് എന്നതുകൊണ്ടാണ് എതിർക്കുന്നത് അത്രേ. ഇതൊരു മറ്റൊരു വാദമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. അതിൽ ജിതിൻ കെ ജേക്കബ് വളരെ സരസമായും എന്നാൽ കാര്യഗൗരവത്തോടു കൂടിയും ഒരു കാര്യം എടുത്തു ചോദിക്കുന്നു. പക്ഷേ ആ പ്രചാരണം വെറും വ്യാജമാണ്. ഈ പദ്ധതി പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്സ് PPP മോഡലിലാണ് നടപ്പാക്കുന്നത്. അദാനി ഗ്രൂപ്പ് മാത്രമല്ല, SR പോർട്സ്, JSW ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ചെറുതും വലുതുമായ അനേകം കമ്പനികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അദാനി കമ്പനി നിങ്ങൾക്ക് ഹറാമാണെങ്കിൽ പൊതു ടെൻഡർ വിളിച്ചപ്പോൾ റോബർട്ട് വാദ്രയുടെ കമ്പനിക്കോ ഊരാളുങ്കലിനോ എക്സാലോജിക്കിനോ അല്ലെങ്കിൽ ശശി മേസ്ത്രിക്കോ ഒക്കെ ഏറ്റെടുക്കാമായിരുന്നില്ലേ എന്ന ചോദ്യം അദ്ദേഹം വളരെ സരസമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്നത് അദാനി കമ്പനിയല്ലേ? കോൺഗ്രസ് അല്ലേ അദാനിക്ക് അത് നൽകിയത്? അതിനുശേഷം കമ്മികളും കേരളം ഭരിച്ചു. വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുവാനുള്ള ടെൻഡർ ഊരാളുങ്കലിനോ ശശി മേസ്ത്രിക്കോ നൽകിയാൽ പോരായിരുന്നു? കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ബംഗളൂരു ടണൽ റോഡ് പ്രൊജക്ട് നടപ്പാക്കുക അദാനി ഗ്രൂപ്പായിരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അതായത് ഇവരുടെ ഒരു ഇരട്ടത്താപ്പാണ് ഇവിടെ ജിതിൻ കെ ജേക്കബ് വായനക്കാരുടെ മുമ്പിൽ, നമ്മുടെ മുമ്പിലും എടുത്തു കാണിക്കുന്നത്. കാരണം ഈ അദാനി കർണാടകയിലും കേരളത്തിലും സ്വീകാര്യൻ, പക്ഷേ ഈ ഗ്രേറ്റർ നിക്കോബാർ പ്രൊജക്ട് പോലെ രാജ്യസുരക്ഷയ്ക്ക് വരെ അത്യന്താപേക്ഷിതമായ ഏറ്റവും സഹായകരമായ ഒരു പദ്ധതിക്ക് തുരങ്കം വയ്ക്കുവാൻ ഉള്ള പ്രയത്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അദാനി ഗ്രൂപ്പ് അസ്വീകാര്യനാകുന്നു, അല്ലെങ്കിൽ അദാനി അസ്വീകാര്യനാകുന്നു. ഈ ഒരു ഇരട്ടത്താപ്പ് പ്രേക്ഷകരും ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി കൂടംകുളം പദ്ധതി, വിഴിഞ്ഞം പദ്ധതി, സ്റ്റെർലൈറ്റ് എന്നുള്ളത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പരാമർശിച്ചിരുന്ന ഒരു പദ്ധതിയാണ്. ഈ സർദാർ സരോവർ ഡാമിനെ പോലെ തന്നെ തുരങ്കം വയ്ക്കുന്നതിൽ വിജയിച്ച, ചൈനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പരിസ്ഥിതി പ്രവർത്തകർ വിജയിച്ച ഒരു പദ്ധതിയാണ് തമിഴ്നാട്ടിലെ സ്റ്റെർലൈറ്റ് പദ്ധതി. ഭാരതത്തിൻ്റെ കോപ്പർ ഉൽപ്പാദനം ഏതാണ്ട് നല്ലൊരു ശതമാനം ഇടിക്കുവാൻ അതിലൂടെ അവർക്ക് കഴിഞ്ഞു. രാജ്യത്തിനുണ്ടായ നഷ്ടം ചില്ലറയല്ല, കോടികളാണ്, ലക്ഷം കോടികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം ഈ ചെമ്പ് ഉണ്ടാക്കുന്ന ഉൽപ്പാദന പ്രവർത്തനങ്ങളെ, അല്ലെങ്കിൽ ചെമ്പിനെ ആശ്രയിച്ചുള്ള ഉൽപ്പാദന പ്രവർത്തനങ്ങളെ, അത് പല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മുതൽ സാധാരണ ഉപകരണങ്ങൾ വരെയുള്ള മേഖലകളെയും ഈ ഒരു സ്റ്റെർലൈറ്റ് പദ്ധതി സ്റ്റെർലൈറ്റ് പ്രൊജക്ട് നിർത്തലാക്കപ്പെട്ടതിലൂടെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഈ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ആ വിവരവും പങ്കുവച്ചിരുന്നു. ആ പദ്ധതിയും ജിതിൻ കെ ജേക്കബ് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. ഈ പദ്ധതി, ഇത്രയും പദ്ധതികൾ അവർ തകർക്കുവാൻ ശ്രമിച്ചു, അതിനെല്ലാം രാജ്യം അതിജീവിച്ചു. അതിൽ അദ്ദേഹം സ്റ്റെർലൈറ്റ് പദ്ധതി തകർത്തു എന്നുള്ളത് പരാമർശിക്കുന്നില്ല. എന്നാലും ഈ കോപ്പർ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ചെമ്പ് ഖനനത്തിൻ്റെ കാര്യത്തിൽ നേരിട്ട് തിരിച്ചടിയെ അതിജീവിക്കുവാൻ ഭാരതത്തിന് സാധിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റർ നിക്കോബാർ ദ്വീപിൽ ഇന്ത്യ നിർമ്മിക്കുന്ന 92,000 കോടി രൂപയുടെ ഈ വമ്പൻ അടിസ്ഥാന വികസന പദ്ധതി രാജ്യം നടപ്പാക്കുക തന്നെ ചെയ്യും. അദ്ദേഹം അത് അവസാനം എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ജിതിൻ കെ ജേക്കബിനും അറിയാം, ഭാരതീയർക്കും അറിയാം. കാരണം ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. ജിതിൻ കെ ജേക്കബിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ, കൊടിയേറ്റം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉത്സവം നരേന്ദ്രൻ നടത്തുക തന്നെ ചെയ്യും എന്ന് ജിതിൻ കെ ജേക്കബ് അസന്നിഗ്ധമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അവസാനം ഒരു വാൽകഷ്ണമായി അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് ഞാൻ ആദ്യമേ പരാമർശിച്ചിരുന്നു, എന്നാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി പറയാം. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ വായിച്ചതിനെ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു. അതിൽ വാൽകഷ്ണമായി അദ്ദേഹം കൊടുക്കുന്ന ISRO ചാരക്കേസിൽ മനോരമയുടെ പങ്ക് അന്വേഷിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ആ മഞ്ഞ മാധ്യമം പണ്ടേ പൂട്ടിക്കെട്ടിയേനെ. അങ്ങനെ സംഭവിക്കാതിരുന്നത് രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പരാജയമാണ്. ഈ ഒരു അഭിപ്രായം, അതിനെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ്? മനോരമ ഒരു മഞ്ഞ പത്രമാണോ, അല്ലെങ്കിൽ ഒരു മഞ്ഞ മാധ്യമമാണോ? അത് പൂട്ടിക്കെട്ടേണ്ട ഒരു അവസ്ഥ ഇന്നത്തെ സാഹചര്യത്തിൽ ഭാരതത്തിൽ നിലനിൽക്കുന്നുണ്ടോ? ഈ ISRO ചാരക്കേസിൽ മനോരമയുടെ പങ്കിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുന്നതുണ്ടോ? ഈ കാര്യങ്ങളിലെല്ലാം ഈ ഗ്രേറ്റർ നിക്കോബാർ പദ്ധതിയിൽ അവരുടെ ഇടപെടലുകൾ, വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടുള്ള അവരുടെ ഇടപെടലുകൾ എന്തെങ്കിലും ഗൂഢോദ്ദേശത്തോടു കൂടിയാണോ? ISRO ചാരക്കേസിലെ പോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഗൂഢോദ്ദേശങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങളുടെ ഒരു വീക്ഷണകോൺ എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ജിതിൻ കെ ജേക്കബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.